മെമ്പർഷിപ്പ് എടുത്തിരുന്നു. അപ്പോൾ സഖാക്കൾ തന്നെയാണ്, ഞാനും സഖാവാണ്. SFIയുടെ ഞാനിവിടെ വന്ന ഉടനെ തന്നെ നമുക്കിവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അപര്യാപ്തമായിട്ട് വരാറുണ്ട്. റെസിഡൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡ്യൂട്ടി ടൈമിലൊക്കെ വളരെ ഡിഫിക്കൽട്ട് നേരിട്ടിരുന്നു. കുറേ കാര്യങ്ങളുടെ അവൈലബിലിറ്റി ഒക്കെ വളരെ വളരെ പുവറായിരുന്നു. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളിപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പരാതി ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു സംഘടനയുടെ ഭാഗമാകുമ്പോഴാണ് നമ്മുടെ ശബ്ദത്തിന് ശക്തി കൂടുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ SFIയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. സഖാവ് തന്നെയാണ്. ഞാനൊരു പ്രവർത്തക എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നമ്മളൊരു സംഘടനയുടെ ഭാഗമാകണം എന്നുള്ള രീതിയിൽ എടുത്തതാണ്. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങണം ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടൊന്നും അല്ല SFIയുടെ ഭാഗമായത്. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെ നമുക്ക് യൂണിയൻ പിടിക്കണം, നമ്മളെല്ലാവരും മാക്സിമം എഫേർട്ട് ഇടണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ ഞാനും തുനിഞ്ഞു എന്നുള്ളതാണ്. ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളുടെ എല്ലാ അവകാശങ്ങൾക്ക് വേണ്ടിയും മുന്നണി പോരാളിയായിട്ട് മാറും. തീർച്ചയായും. കാരണം അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ യൂണിയൻ ഇന്ന് അധികാരം പിടിച്ചിട്ടുള്ളത്. കാരണം 23 വർഷങ്ങളായിട്ട് PGs അനുഭവിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതുവരെ യൂണിയൻ കയ്യിലുണ്ടായിരുന്നവർക്ക് ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഡ്യൂട്ടി റൂം ഫെസിലിറ്റീസൊക്കെ വളരെ ഇന്നഡിക്വേറ്റ് ആണ്. ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡൊക്കെ എപ്പോഴും ഒരു മാസം വളരെ ലേറ്റായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഇയർ വന്നാൽ ഞങ്ങൾക്ക് ഹോസ്റ്റൽ റൂം ഫെസിലിറ്റീസ് ഇല്ല. അതുപോലെ തന്നെ SR സീറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഞങ്ങൾ 3 വർഷം പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ SR സീറ്റ്സ് ഇല്ലാത്തത് കാരണം കുറേ പേർക്ക് പുറത്ത് നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ ഞങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ തീർച്ചയായിട്ടും പരിഹാരം കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കും. കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മറ്റാരുമല്ല, മുൻ മന്ത്രിയും പ്രമുഖ ഇടത് നേതാവുമായ KT ജലീലിൻ്റെ മകൾ മെഡിക്കൽ കോളേജിൽ SFI ജയിച്ചതിന് പിന്നാലെ അവിടുത്തെ വികസനമില്ലായ്മയെയും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുകളെയും കുറിച്ച് വലിയൊരു പോസ്റ്റുമായി വന്നിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അല്ലയോ സഹോദരി, കഴിഞ്ഞ 10 വർഷമായി നിങ്ങളൊക്കെ ഏത് ലോകത്തായിരുന്നു? 10 വർഷമായി ഒരേ പാർട്ടി തന്നെ ഭരിച്ചിട്ടും സ്വന്തം അച്ഛൻ ഒരു മന്ത്രിയായി മുന്നണി ഭരിച്ചിട്ടും ഒരു മെഡിക്കൽ കോളേജിലെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ശരിയാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ വിളിച്ച് പറയേണ്ടി വരുന്നു. ഇതിലും വലിയൊരു നാണക്കേട് കഴിഞ്ഞ LDF സർക്കാരിന് ഇനി വരാനുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ ആ കുട്ടിയെ മാത്രം കുറ്റം പറയില്ല. കാരണം ഇത് ആ പെൺകുട്ടിയുടെ വ്യക്തിപരമായ പ്രശ്നമല്ല, മറിച്ച് ആ പാർട്ടിയിൽ പെട്ടുപോകുന്ന നല്ല ബുദ്ധിയുള്ള മനുഷ്യരുടെ ഒരു പൊതുവായ അവസ്ഥയാണ്. പഴയ ഒരു ചൊല്ലുണ്ട്, ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. അതാണ് സത്യം. എത്രയോ ബുദ്ധിയും ചിന്തയും വിവരവുമൊക്കെയുള്ള മനുഷ്യരാണ് ഈ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ വട്ടത്തിനകത്ത് ചെന്ന് വീഴുമ്പോൾ സ്വന്തം തലച്ചോറ് പണയം വെക്കുന്നത്. ഈ പെൺകുട്ടി ഇപ്പോൾ സംസാരിക്കുന്നത് അവളുടെ സ്വന്തം ഉപഭോഗ ബുദ്ധിയിൽ നിന്നല്ല, മറിച്ച് ആ പാർട്ടി ക്യാപ്സൂളുകൾ തലയിൽ കയറ്റിയത് കൊണ്ടാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്, നമ്പർ 1 ആണ് എന്ന് ഇവർ എത്ര കാലം വിളിച്ചു പറഞ്ഞു? അച്ഛൻ മൈക്കിലൂടെ പ്രസംഗിക്കുമ്പോൾ മക്കൾ പഠിച്ചിരുന്ന കോളേജിലെ ബാത്റൂമിൽ വെള്ളമില്ലെന്ന് ഫേസ്ബുക്കിൽ എഴുതേണ്ടി വരുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! അദ്ദേഹം എവിടെയായിരുന്നു കഴിഞ്ഞ 10 വർഷം? അവളുടെ മകൾ എവിടെയായിരുന്നു കഴിഞ്ഞ 10 വർഷം? KT ജലീൽ സാഹിബിന് ഫേസ്ബുക്കിൽ വന്ന് വലിയ വലിയ ന്യായീകരണങ്ങൾ എഴുതാൻ മിടുക്കനാണ്. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും. പക്ഷേ സ്വന്തം മകൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്താണ് മൂപ്പർ കഴിഞ്ഞ 10 വർഷം പറയാതെ പോയത്? മൂപ്പർക്ക് അത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ? കഴിഞ്ഞ 10 വർഷമായി കേരളം മോഡൽ എന്ന് പറഞ്ഞ് PR ഏജൻസികൾക്ക് കോടികൾ കൊടുത്ത് പരസ്യം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ സർക്കാർ 10 വർഷവും. ഇപ്പോഴിതാ സ്വന്തം മുന്നണിയിലെ നേതാവിൻ്റെ മകൾ തന്നെ ആ പരസ്യങ്ങളുടെ എല്ലാ മുഖമുടി അയച്ചു കാണിച്ചിരിക്കുന്നു. പ്രതിപക്ഷമോ മറ്റ് വിദ്യാർത്ഥി സംഘടനകളോ ഈ കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അവരെ വികസന വിരോധികൾ എന്ന് മാത്രമായിരുന്നു കഴിഞ്ഞ 10 വർഷവും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ അവരെ ജയിലിൽ അടക്കുന്നു. LDF ഗവൺമെൻറ് മുൻപ് ചെയ്തിരുന്ന 10 വർഷം ചെയ്ത പണിയായിരുന്നത്. ഇപ്പോൾ സ്വന്തം അണികൾ തന്നെ
ഇത് വിളിച്ചു പറയുമ്പോൾ എന്തു മറുപടി നൽകാൻ ആണ് പോകുന്നത്? ഇപ്പോൾ തന്നെ ഒരു ഗവൺമെൻറ് പുതുതായി അധികാരത്തിൽ കയറിയിട്ട് വെറും 10 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 10 വർഷം ഇവർ എവിടെയായിരുന്നു? അപ്പോൾ ഇത്രയും കാലം പറഞ്ഞതൊക്കെ വെറും പച്ചക്കള്ളമായിരുന്നല്ലേ? ഇനിയെങ്കിലും ഈ പാർട്ടിയുടെ അടിമകളായി നടക്കുന്ന യുവാക്കൾ കണ്ണു തുറക്കണം. നേതാക്കന്മാരുടെ മക്കൾ വലിയ വലിയ മെഡിക്കൽ കോളേജിലും വിദേശത്തും പോയി പഠിക്കും. അവർക്ക് അവിടെ എല്ലാ പ്രിവിലേജും കിട്ടും. എന്നിട്ട് അവർ തന്നെ വികസനമില്ലായ്മയെക്കുറിച്ച് പോസ്റ്റ് ഇടും. പക്ഷേ സാധാരണക്കാരായ അണികൾ ഇപ്പോഴും നേതാക്കന്മാർക്ക് വേണ്ടി തെരുവിൽ അടിപിടി കൂടാനും കൊടി പിടിക്കാനും മാത്രമായി നടക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാർ എന്ത് വിഡ്ഢിത്തം കാണിച്ചാലും അതിന് സിന്ദാബാദ് വിളിക്കുന്ന ഈ രീതി എന്നാണ് നമ്മുടെ യുവാക്കൾ മാറ്റുക? അതുകൊണ്ട് ജലീൽ സാഹിബും CPM-ഉം ഈ മക്കളുടെ പോസ്റ്റെങ്കിലും ഒന്ന് പ്രത്യേകം വായിച്ചു നോക്കണം. സോറി ജലീൽ സഖാവ്. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിന് മുൻപ് സ്വന്തം ഭരണം കൊണ്ട് നാട്ടിൽ എന്താണ് ഉണ്ടായത് എന്ന് വിലയിരുത്തണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. സ്വന്തം പാർട്ടി ഭരണത്തിലെ വികസനമില്ലായ്മയെ സ്വന്തം നേതാവിൻ്റെ മകൾ തന്നെ തുറന്നു പറഞ്ഞതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു?